ആദ്യമൊക്കെ ഹോട്ടലിൽ പോയാലേ നമ്മൾ എത്ര മെനു ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും 2 ഓപ്ഷൻസാണ് എൻ്റെ മുന്നിൽ ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഒന്ന് മസാല ദോശ, അത് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി കേട്ടോ. അപ്പോൾ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ എനിക്ക് ഇത് രണ്ടും അല്ല മനസ്സിലേക്ക് ആദ്യം തന്നെ വന്നത് വാഴയിലയിൽ നല്ല ഒരു സദ്യ കഴിക്കണം എന്നാണ് കേട്ടോ. ഏകദേശം ഒരു 3 വർഷമായിട്ടുണ്ടാവും കല്യാണങ്ങൾക്കൊക്കെ കൂടിയിട്ട്. പണ്ടൊക്കെ ആദ്യം കല്യാണങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് ഈവനിങ്ങിൽ പാർട്ടിക്ക് പോകാനായിരുന്നു കേട്ടോ ഇഷ്ടം. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. ദൈവമേ, ഏതെങ്കിലും ഒരു കല്യാണത്തിന് കൂടാനായിട്ട് സദ്യക്ക് പോകണം, വാഴയിലയിൽ സദ്യ ഉണ്ണണം, അങ്ങനെയാണ് കേട്ടോ തോന്നണത്. അപ്പോൾ ഇത്തവണ നാട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ നാട്ടിൽ പിഷാരഡീസിൽ, തൃശ്ശൂർ പിഷാരഡീസിൽ നല്ല സദ്യ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് വാഴയിലയിൽ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യലായിട്ട് എടുത്ത് പറയാനായിട്ടൊരു ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. അത് ഒരു നമുക്ക് സദ്യയിലൊന്നും കിട്ടാത്തതാണല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അങ്ങനെ കുറേ കറികൾ, അവിയൽ, തോരൻ, ഇഞ്ചമ്പുളി, അച്ചാർ, എലിശ്ശേരി, പുളിശ്ശേരി, കാളൻ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, പിന്നെ പരിപ്പും ചോറും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പപ്പടം വരണത്. ആദ്യം ഞാൻ ചോദിച്ചു പപ്പടം ഇല്ലല്ലോ എന്ന്. പക്ഷെ അതെന്തായാലും ബെനിഫിറ്റായിട്ടുണ്ടായിരുന്നു. നമ്മുടെ സദ്യ കഴിച്ച ആ ഒരു ഇലയിൽ തന്നെ പാലട പ്രഥമനൊക്കെ വിളമ്പിയിട്ട് അതിനകത്ത് പഴവും പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക. ഓഹ്, അന്തസ്സ്.